നമസ്കാരം. സാമ്രാജ് യൂണിവേഴ്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓണത്തിന് വലിയ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഓണത്തിന് കുറച്ച് വീഡിയോസ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ നെയ്യാർ ഡാമിൽ വെച്ച് അതിൻ്റെ ഘോഷയാത്ര നടന്ന ദിവസമുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. നെയ്യാർ ഡാമിൽ ഏകദേശം ഒരു 6:30 to 10 മണി വരെ നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ആളായിരുന്നു. ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഘോഷയാത്രയുടെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഡാമിലെ കുറച്ച് വിഷ്വൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുകയാണ്. വീഡിയോ ചെയ്യേണ്ട ദിവസം കഴിഞ്ഞു. എല്ലാവരും ക്ഷമിക്കുക. കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും കാണുക. ഇപ്പോൾ ഈ ആഴ്ച പോസ്റ്റ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി ഇതുവരെ എൻ്റെ ചാനലിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടായിരുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 2025 വർഷത്തിലെ ഓണാഘോഷം, അതായത് നെയ്യാർ ഡാമിൽ നടന്ന ഘോഷയാത്രയും തുടർന്നുള്ള ഓണാഘോഷവുമാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തത് കാരണം അതിൻ്റേതായ എഡിറ്റിങ്ങോ അതിൻ്റേതായ കാര്യങ്ങളോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം പോസ്റ്റ് ചെയ്യുകയാണ്. കാണാൻ താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് കാണുക. അപ്പം നമ്മൾ നെയ്യാർ ഡാമിൽ കാണുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ വളരെ ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ നെയ്യാർ ഡാമിൽ കാണുന്ന ഒരു പാർക്കിംഗ് ഉണ്ട്, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയ. അവിടെ ഏകദേശം അവിടെയും നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ ഐസ്ക്രീം പാർലർ തുടങ്ങിയ ഒരുപാട് സ്റ്റോളുകൾ വഴിയോരത്തുണ്ടായിരുന്നു. അവിടെയെല്ലാം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ നല്ല ചിലവായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഐസ്ക്രീം ഷോൾ നടക്കുന്ന സ്ഥലം. പിന്നെ തുടർന്ന് നമ്മുടെ ഇവിടെ നിന്ന് മടത്തിക്കോണത്തുള്ള ഒരു കുതിര സവാരി, കുതിര, എഗ്വാന ഇങ്ങനെ തുടങ്ങിയവ ഫോട്ടോ എടുക്കാനും അതിൽ റൈഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അല്ലേ ഇഗ്വാന എന്ന് പറയും, ഓന്തല്ല ഇഗ്വാന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിര സവാരി ഉണ്ടായിരുന്നെന്നുള്ളത് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് കുതിര, അവർ റൈഡർമാർ. പിന്നെ ഗൈസ്, നമ്മുടെ നെയ്യാർ ഡാം വെള്ളം ഫുള്ള് തുറന്നിരുന്ന ഒരു ദിവസമായിരുന്നു ഗൈസ്. അപ്പോൾ ആ വെള്ളത്തിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം കാണുന്നിടത്തെല്ലാം സീരിയലും ഇതൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഓണം ഈ 2025 ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ നമുക്ക് നെയ്യാർ ഡാമിൽ പറ്റുകയുണ്ടായി. വരാത്തവർക്കൊരു നഷ്ടം തന്നെയായിരുന്നു. നെയ്യാർ ഡാം ഒരു രക്ഷയില്ല ഗൈസ്. അടിച്ച് പൊളിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവ സൈറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് വന്നവർക്കൊന്നും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, അവർക്കുള്ള റൈഡ്, അന്നലൂഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗെയിംസും കാര്യങ്ങളായിട്ട് അപ്പുറത്തുണ്ട്. തുടർന്ന് ആ വീഡിയോയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുപ്പും സെൽഫി എടുപ്പൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് കൺട്രോൾ ചെയ്ത് പോകുന്നു. പിന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു ഗൈസ്. കുറച്ച് പേര് അവിടെ എവിടെയൊക്കെ ഇരിക്കുകയും നിൽക്കുകയും ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഘോഷയാത്രയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു നിർമ്മിതമായ ഒരു ആന, അതായത് 4 ടയർ കൊണ്ട് ഉൾപ്പെടുത്തി ഉപയോഗിക്കുന്ന മോട്ടോർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ആനയാണ്. ഈ റാലിയിൽ വന്നിട്ടുള്ളവർ ഇത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് അവർ ഓഫ് ചെയ്ത് തിരിച്ച് ഒതുക്കുന്നതാണ് ഈ കാണുന്നത്. ഒരിടത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇങ്ങനെയാണ്. പിന്നെ കൊച്ചു പിള്ളേരുടെ പാർക്കുകളിലേക്ക് കിടക്കുകയാണ്. ടിക്കറ്റ് ഒന്നിന് 50 രൂപ എന്തോ ആണ്. ഈ കാണുന്ന ട്രെയിനിന് 75 എന്തോ ആയിരുന്നു. അപ്പോൾ ഏകദേശം വരും ഇതൊക്കെ അടിച്ച് പൊളിച്ചു. ഈ കാണുന്ന റൈഡ് 50 രൂപ. കൊച്ചു പിള്ളേരെ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഊഞ്ഞാൽ, ഇത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള അതായത് 1, 2 ആ വയസ്സ് കുട്ടികൾക്ക് കറക്കി സ്വന്തമായിട്ട് കൈകൊണ്ട് കറക്കി വെള്ളത്തിൽ അത് ഓട്ടിക്കാം. ഇത് കാണുന്നതാണ് ട്രെയിൻ. ഇതിന് ടിക്കറ്റ് 50 രൂപയാണ് ആളൊന്നിന്. എത്ര 1 മണിക്കൂറാണ്. 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. പിന്നെ ഇതാണ് നമ്മളെ വീഗാലാൻഡിലും വണ്ടർലയൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു അന്നല ഊഞ്ഞാൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതിൽ നല്ല എല്ലാ വിധങ്ങളും. പിന്നെ നമ്മൾ യാദർച്ഛികമായി ഷോക്ക് ഫാമിലി അവരെ ഇവിടെ വെച്ച് കാണുകയുണ്ടായി. നമ്മുടെ അജിയേട്ടൻ, പിന്നെ കീർത്തി ചേച്ചി, ആദിക്കുട്ടൻ, അവർ ബാച്ച്. പിന്നെ ബാക്കി എല്ലാവരും അത് യൂട്യൂബേഴ്സാണ് കേട്ടോ, കൂടെ നിൽക്കുന്നതൊക്കെ. വ്യക്തമായിട്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, ഈ കാണുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ പാർക്കിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച്. പിന്നെ എൻ്റെ മോനും വിട്ടില്ല, അവനും ആ ട്രെയിനിൽ കയറി, ഇങ്ങനെ അവനും ആ ട്രെയിനിൽ കയറി ആസ്വദിക്കുകയാണ്. അവൻ കയറാൻ നേരം അപ്പം ട്രെയിനിൽ വേറെ ആരും കയറാനില്ലായിരുന്നു. അങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് അത് റൈഡ് ചെയ്യുന്നു. ടിക്കറ്റ് 50 രൂപയാണ്. അവ അടിച്ച് പൊളിച്ചു. പിന്നെ അവൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അതിൽ കയറണമെന്ന് ആഗ്രഹം വന്നു, എന്നോട് പറഞ്ഞു. അങ്ങനെ അത് കയറി. പക്ഷേ അവൻ കയറിയ സമയം ഏകദേശം ഒരു 9 മണിയാവും. അപ്പോൾ ഏതാണ്ട് ആൾക്കാർ ഈ റൈഡിൽ നിന്നൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പലതരം ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. വളയം കൊണ്ട് എറിയുമ്പോൾ വീഴുന്ന നമ്പർ കൊണ്ട് അതിന് പ്രൈസ്. നിൽക്കുന്നവരാണ് ഷോക്ക് ഫാമിലി. ആദിക്കുട്ടൻ, അജിയണ്ണൻ, കീർത്തി ചേച്ചി, അവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കുഞ്ഞൂട്ടൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങൂല എന്നുള്ള വാശി തന്നെയായിരുന്നു. രണ്ടാമതും ഒരിക്കൽ കൂടെ റൈഡ് നടത്തുകയുണ്ടായി. പിന്നെ അവൻ ലാസ്റ്റ് അവൻ്റെ ഫേവറേറ്റ് ഐറ്റമായ ചർക്കിക്കളി അതിലോട്ടെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി.